ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സ്ഥലം കിളിമാനൂരാണ്, ട്രിവാൻഡ്രത്തെ കിളിമാനാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് പ്രോപ്പർ ട്രിവാൻഡ്രത്താണ്, സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീക്ക്ലി ഞാൻ വന്നിട്ട് പോകുന്ന സമയത്തൊക്കെ ഞാൻ ആക്ച്വലി ക്യാരിങ് ആണ്, എനിക്കറിയില്ല. ഞാൻ ട്രിവാൻഡ്രത്ത് നിൽക്കുന്ന സമയത്താണ് ഞാൻ പ്രഗ്നൻസി കിറ്റ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവായി. അത് കഴിഞ്ഞ് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അപ്പോൾ അതിലും പോസിറ്റീവാണ് കാണിച്ചത്. അതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ വെഞ്ഞാറമൂട് ലീലാരവി ഹോസ്പിറ്റലുണ്ട്, ഞാൻ കൂടുതൽ അവിടെ തന്നെയാണ് പോവാറ്. അവിടെ കൊണ്ട് ലീല മാമിനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് സാക്ക് ക്ലിയർ അല്ല, നെക്സ്റ്റ് മന്ത് ഒരു സ്കാനിങ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അമ്മ വന്നിട്ടിട്ടാണ് വെഞ്ഞാറമൂട്. അമ്മ തിരിച്ച് വീട്ടിൽ വന്നു, ഞാൻ തിരിച്ച് വർക്കിംഗ് ഓഫീസിൽ പോയി. അപ്പോഴും ഞാൻ 2 വീലറിൽ തന്നെയാണ് അവിടെ നിന്ന് ഓഫീസിൽ പോകുന്നത്. തിരിച്ച് ഞാൻ നിൽക്കുന്നിടത്ത് വരുന്നത്. ഞാൻ ആ സമയത്ത് ട്രിവാൻഡ്രത്ത് സ്റ്റേ ചെയ്തിരുന്നത് YMR ആണ്. YMR സംസം ബൺ കഫേയുടെ അടുത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെയായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്, അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഈ സമയത്തൊന്നും ആക്ച്വലി എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. നോർമലി പോകുന്ന രീതിക്ക് തന്നെ പോകുന്നു, എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്, എല്ലാ രീതിയിലും എക്സസൈസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ആ സമയത്ത് ജിമ്മിൽ പൊക്കോടുന്ന ടൈമിൽ ഞാൻ ക്യാരിങ് ആണ്, അതുപോലെ അറിയുന്നില്ല. പിന്നെ ഈ ടെസ്റ്റിന് ശേഷം പോസിറ്റീവാണെന്ന് കണ്ടപ്പോഴാണ് പിന്നീട് പോവാണ്ടായി, നിർത്തി വെച്ചു. കാരണം 3 മന്ത് ഭയങ്കരമായിട്ട് നമ്മൾ ക്രൂഷ്യലി നോക്കേണ്ട സമയം തന്നെ ഞാൻ ജിമ്മിൽ പോയിട്ടില്ല. അപ്പോഴെന്നല്ല, ഇപ്പോഴും ഞാൻ പോകുന്നില്ല. ഡെലിവറി കഴിഞ്ഞിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 50 days ആവാൻ പോകുന്നു, പോയിട്ടില്ല. ഫുഡ് മെയിനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഫുഡൊന്നും കഴിച്ചില്ല. എനിക്ക് HB കൗണ്ട് ഭയങ്കര കുറവായിരുന്നു, 9 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ, 9 അടുപ്പിച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം HB കൂടേണ്ട ആവശ്യമുണ്ട്. അപ്പം മാതളം, ഈ നെല്ലിക്ക ജ്യൂസ്, കൂടുതൽ ഫ്രൂട്ട്സ് ഐറ്റംസ് ആയിരുന്നു വീട്ടിൽ എനിക്ക് തരുന്നത്. ഫ്രൂട്ട്സ്, അതേപോലെ ഈ പയറുവർഗ്ഗങ്ങൾ, കടല, അങ്ങനത്തെ ഐറ്റംസൊക്കെ തരുന്നത്. വെജിറ്റബിൾസ് തോനെ, പച്ചക്കറികൾ തോനെയൊക്കെ തരുമായിരുന്നു. ഞാൻ പുറത്തുനിന്നുള്ള ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കളത്തരായി പോകും. ഞാൻ പുറത്തെ എല്ലാ ഫുഡും കഴിച്ചിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ ഫുഡും. എനിക്കങ്ങനെ ഇന്ന ഫുഡ് അലർജി അങ്ങനെ ഇല്ല, എല്ലാ ഫുഡും ഞാൻ ഓൾമോസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ബീഫ്, മട്ടൺ, ചിക്കൻ എല്ലാം കഴിച്ചിട്ടുണ്ട്. പക്ഷെ മട്ടൺ ഞാൻ പുറത്തുനിന്ന് കഴിക്കാറില്ല, ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല, വീട്ടിലുണ്ടാക്കുന്നേ കഴിച്ചിട്ടുള്ളൂ. ഈ പ്രഗ്നൻസി ടൈമിൽ പക്ഷേ എനിക്ക് മട്ടൺ കഴിക്കാനൊക്കെ ആഗ്രഹം തോന്നിയിട്ടില്ല, ഞാൻ മട്ടൺ കഴിച്ചില്ല. പക്ഷേ ബീഫും ചിക്കനും ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ബീഫ് ലിമിറ്റഡ് ആണ്, എന്നാലും ചിക്കൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഞാൻ ചിക്കൻ ഫാനാണ്, ചിക്കൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബാക്കി കഴിക്കില്ല എന്നല്ല, എല്ലാം കഴിക്കും. ചിക്കൻ ഫാനാണ്, ഒരുപാട് കഴിച്ചിട്ടുണ്ട്. മെയിൻ പറഞ്ഞ ഷവർമ, ബർഗർ, ലോഡഡ് ഫ്രൈസ്, മോമോസ്, അൽഫാം, ഷവായി, എല്ലാ സാധനവും കഴിച്ചിട്ടുണ്ട്. ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ്, പക്ഷേ കൊതി തോന്നുമല്ലോ, ക്രേവിങ്സ് അതൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ നോർമലി ഞാൻ എപ്പോഴും കഴിക്കുന്ന കണക്കത്തെ ആഹാരങ്ങൾ തന്നെ രാവിലെയൊക്കെ കഴിച്ചിരുന്നത്. ഞാൻ പാലധികം കുടിക്കാറില്ല, പാലായിട്ട് കുടിക്കില്ല, ചായ അല്ലെങ്കിൽ കോഫി ഇട്ട് കുടിക്കാറുള്ളൂ. അങ്ങനത്തെ ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നോർമലി അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞു. ഉച്ചയ്ക്കും ഞങ്ങൾക്ക് മെസ്സുണ്ട്, മെസ്സിലെ ഫുഡ് തന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മെസ്സിലെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ മീൻകറി കഴിച്ചിട്ടില്ല കേട്ടോ. മെസ്സായതുകൊണ്ടല്ല, ഞാൻ മീൻകറി പൊതുവേ ഞാൻ കുറവായിരുന്നു കഴിക്കൽ. മീൻകറി കഴിക്കൽ ഭയങ്കര കുറവായിരുന്നു പ്രഗ്നൻസി ടൈമിൽ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഓരോ ആൾക്കാർക്ക് ഓരോ മൂഡ്സാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഈ ചിക്കൻ്റെ മണം അടിക്കുന്നതൊക്കെ പ്രശ്നമായിരുന്നു. എൻ്റെ ഫ്രണ്ട് ഉണ്ട് രഹന, അവൾക്ക് പ്രഗ്നൻ്റ് ആയ സമയത്ത് അവൾ ചിക്കൻ കഴിക്കില്ലായിരുന്നു. ഡെലിവറി കഴിഞ്ഞു 1-2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവൾ ചിക്കൻ കഴിച്ചു വന്നത്. എൻ്റെ ചേട്ടത്തിയും ചിക്കൻ്റെ മണം അവൾക്ക് പ്രശ്നമുണ്ടായിരുന്നു. അതൊക്കെ ഓരോ ആൾക്കാർക്കുള്ളത്. ഇപ്പം ചില ആൾക്കാർ പറയില്ല, അവളത് കഴിക്കുന്നുണ്ടല്ലോ പിന്നെ നിനക്ക് ഇത് കഴിച്ചാൽ, അങ്ങനെയല്ല. ആ ഒരു സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള ഫുള്ള് ഹോർമോൺസ് ചേഞ്ച് ആവുകയാണ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും അത്രയും നാൾ കഴിച്ചുകൊടുന്ന സാധനങ്ങളൊന്നും കഴിക്കണമെന്നില്ല. ഞാൻ മട്ടൻ കഴിക്കുന്ന ഒരാളാണ്, ഞാൻ മട്ടൻ കഴിക്കാറുണ്ട്, നോർമലി കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് മട്ടൻ കഴിക്കാൻ തോന്നിയിട്ടില്ല. കഴിക്കുന്ന ആൾക്കാർ കാണുമ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല, പക്ഷേ മട്ടൻ എനിക്ക് പേഴ്സണലി കഴിക്കണം തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വൈഫ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ, സിസ്റ്റർ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരെ ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കാൻ നോക്കരുത്. ആവശ്യമുള്ള സാധനങ്ങൾ കഴിപ്പിക്കുക, പച്ചക്കറികൾ, ഫ്രൂട്ട്സ് ഐറ്റംസ് അതൊക്കെ കഴിപ്പിക്കുക. അല്ലാതെ ഇങ്ങനത്തെ ഐറ്റംസ് ഫോഴ്സ് ചെയ്ത് മാക്സിമം കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ. ബൈ ബൈ.